ഹലോ കൂട്ടുകാരെ, ഇന്ന് ഫുൾ മൂണാണ്, ബുദ്ധപൂർണിമയുമാണ്. അപ്പോൾ എല്ലാവർക്കും ബുദ്ധപൂർണിമയുടെ ആശംസകൾ. അതിൻ്റെ കൂടെ തന്നെ ട്വിൻ ഫ്ലെയിംസിനും സ്പിരിച്വൽ അവേക്കനിങ്ങിലുള്ളവർക്കുമായിട്ട് ഒരു കറൻറ്റ് എനർജി കളക്റ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. എനർജി അപ്ഡേറ്റ് എല്ലായ്പ്പോഴത്തെ പോലെ ഫെമിനൈൻ എനർജിയിൽ തുടങ്ങുകയാണ്. ഫെമിനൈൻ എനർജി എന്ന് പറഞ്ഞാൽ അതൊരു എനർജി ആണ്. അത് ഫീമെയിൽ ബോഡിയിലുമാവാം, മെയിൽ ബോഡിയിലുമാവാം. അപ്പോൾ ഫെമിനൈൻ എനർജി ഇനീഷ്യലായിട്ട് അവേക്കനിങ്ങിലേക്ക് വന്നവർ, അല്ലെങ്കിൽ ഒരു വർഷം വരെ ആയി അവേക്കനിങ്ങിൽ വന്നിട്ട് ഈ ഒരു ജേർണീനെ ശരിക്കും മനസ്സിലാക്കാനായിട്ടുള്ള ആ ഒരു ട്രാവലിൽ, ആ ഒരു പാത്തിലുള്ളവർക്കായിട്ട് അവർക്ക് പേർജിങ് നടക്കുന്ന ഒരു സമയമാണ്. കാർമിക് ട്രിഗേഴ്സ് അവർക്ക് പീക്ക് സ്റ്റേജിലായിരിക്കും. കാർമിക് റിലീസസിൻ്റെ ഒരു സമയമാണ്. ഒരു കാർമിക് റിലീസസ് എന്ന് പറയുമ്പോൾ അതൊരു ജോലിയാവാം. പലർക്കും ജോലിയൊക്കെയും ഒരു കാർമിക് ബന്ധത്തിലൂടെ നമ്മൾക്കുള്ള ജോലികൾ നഷ്ടപ്പെടുന്ന ഒരു സമയം, അതായത് അവരുടെ ട്രൂത്ത് അല്ലാത്ത കാര്യം നഷ്ടപ്പെടുന്ന ഒരു സമയം, അല്ലെങ്കിൽ അവിടെ ഒരു മേജർ ഡിസിഷൻ എടുക്കുന്ന ഒരു സമയം. അതല്ലെങ്കിൽ പല റിലേഷൻഷിപ്സ്, അത് മേജർ ഫ്രണ്ട്ഷിപ്സ് ആവാം. നമ്മുടെ ഫാമിലിയിലുള്ള പലരും നമ്മളുടെ ലൈഫിൽ നിന്നും പോകുന്ന ഒരു സമയം. അപ്പോൾ ഒരു കാര്യം ഇവിടെ എടുത്തു പറയുകയാണ്, നമ്മൾ ബാലൻസ് ആവുന്നോടം വരെ ഫുൾ മൂണിനും ആൻഡ് ന്യൂ മൂണിനും നമുക്ക് പേർജിങ്ങും നടക്കും, ട്രിഗേഴ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. അതായത് ആ ഒരു ഹീൽഡ് വേർഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആ ഒരു സെൻസിറ്റീവായിട്ടുള്ള യൂണിവേഴ്സൽ എനർജി, കോസ്മിക് എനർജീസ് ഉള്ളപ്പം നമ്മളുടെ ഉള്ളിലെ ആ ഒരു ഹിഡൻ ആയിട്ടുള്ള ബ്ലോക്കേജസിനെ എടുത്ത് വെളിയിലിടുന്ന ഒരു സമയമാണിത്. അത് ട്വിൻ ഫ്ലെയിംസിലാണെങ്കിൽ ഡിവൈൻ ഫെമിനൈനും അതെ, ഡിവൈൻ മസ്കുലൈനും അതെ. അപ്പോൾ നമ്മൾ ഇംബാലൻസ് ആയി ഈ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ അതിൽ ഒരു തരത്തിലുള്ള ഒരു ഗിൽട്ടോ കാര്യങ്ങളോ വരേണ്ട ഒരു ആവശ്യവുമില്ല. അത് ഹീലാവാനുള്ള കാര്യങ്ങൾ സർഫേസിൽ വന്നുവെന്ന് മനസ്സിലാക്കി അതിനെ റിലീസ് ചെയ്യാനായിട്ട് നോക്കുക. അടുത്തായിട്ട് കുറച്ചൊന്ന് ഇന്നർ വർക്ക് ചെയ്ത് മുമ്പോട്ട് വന്നവർക്ക് ഹോൾഡ് ചെയ്യുന്ന പല കാര്യങ്ങളും റിലീസ് ചെയ്യേണ്ട ഒരു സമയമാണ്. അതായത് ഒരു ഹിഡൻ ബ്ലോക്കേജസ് ഹോൾഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പല പ്രാവശ്യം നമുക്ക് സർഫേസിൽ വന്നിട്ടുള്ള ബ്ലോക്കേജസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസും കോ ഡിപ്പെൻഡൻസിയിലൂടെയും ഹോൾഡ് ചെയ്യുന്ന റിലേഷൻഷിപ്സ് ആവാം, സിറ്റുവേഷൻസ് ആവാം, പ്രോപ്പർട്ടീസ് ആവാം, ജോലി ആവാം, ഫ്രണ്ട്ഷിപ്സ് ആവാം, ഈവൻ നമ്മളുടെ ലൈഫിലുള്ള ഏതെങ്കിലും ഒരു കാർമിക് പാർട്ട്നേഴ്സ് ആവാം. അതിനെയൊക്കെയും റിലീസ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണിത്. അപ്പം അതിനുള്ള ട്രിഗേഴ്സ്, അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് നമ്മൾക്ക് അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു ബ്ലോക്സിലേക്കായിരിക്കും നമുക്ക് ട്രിഗേഴ്സ് കിട്ടുന്നത്. അടുത്തൊരു കാറ്റഗറി ഇന്നർ യൂണിയൻ നടക്കാൻ പോകുന്ന DFs എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലെ തന്നെ ഡിവൈൻ ഫെമിനൈൻ ആൻഡ് ഇന്നർ ഡിവൈൻ ഫെമിനൈൻ ആൻഡ് ഇന്നർ മസ്കുലൈൻ എനർജി, ഡിവൈൻ മസ്കുലൈൻ എനർജി മേർജ് ആവാൻ പോകുന്ന ആ ഒരു ഫെമിനൈൻ എനർജീസ് അവരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ നെക്സ്റ്റ് ഫേസാണ്. അതായത് റീബേർത്തിൻ്റെ ഒരു ഫേസാണ് ഇവിടെ കാണിക്കുന്നത്. അവരുടെ ലൈഫിൽ ഇങ്ങനെയുള്ള ട്വിൻ ഫ്ലെയിംസ്, ഇങ്ങനെയുള്ള ഫെമിനൈൻ എനർജീസ് പെർട്ടിക്കുലർലി അവരുടെ ലൈഫിൽ 11 പോർട്ടൽ തൊട്ട് ഒരു 3Dയിൽ ഗ്രൗണ്ട് ആവാൻ പോകുന്ന കാര്യങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു പക്ഷേ ഒരു ബാലൻസ്ഡ് സ്റ്റേജിലാണ് നിങ്ങൾ. ഒരു മസ്കുലൈൻ എനർജി, ഇന്നർ മസ്കുലൈൻ എനർജിയും ബാലൻസ്ഡ് ആണ്. അതായത് നിങ്ങളുടെ ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന അതേപോലെ നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ തുടങ്ങി. ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളൊരു 3D ഓറിയൻറ്റഡ് കാര്യങ്ങളിലേക്ക്, മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളിലും നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റം വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. ഇവർക്ക് ഒരു യൂണിയൻ കോൺഷ്യസ്നെസ്സിലേക്ക് വരുന്ന ഒരു സമയമാണ്. ഇവരുടെ ലൈഫിൽ പലതരത്തിലുള്ള ന്യൂ ബിഗിനിങ്സ്,
നടക്കാൻ പോകുന്ന ഒരു സമയമാണ്. അതായത് അവരുടെ ട്രൂത്തിലേക്ക് നടന്ന് അടുക്കാനായിട്ടുള്ള ഒരു ബേസ് കെട്ടിപ്പടുക്കാനുള്ള ഒരു സമയം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ ട്രൂത്തായ ഒരു ജോലി കിട്ടാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംരംഭമൊക്കെ തുടങ്ങാനാണെങ്കിൽ അതിൻ്റെ ഒരു വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കാൻ തുടങ്ങും. അതല്ല ഇനിയും ക്രിയേറ്റീവ് സൈഡ്, ഹീലിംഗ് സൈഡിൽ നിങ്ങൾ വരാനുള്ളവരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ പർപ്പസിൻ്റെ അതായത് മേജർ സോൾ പർപ്പസിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് കടക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. പെർട്ടിക്കുലർലി ഈ ഒരു ഡിവൈൻ ഫെമിനൈൻസിന് ഉള്ള ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ റിലീസ് ദ പാസ്റ്റ് എന്നാണ്. പലപ്പോഴും അവർ പാസ്റ്റിലേക്ക് നോക്കുന്നു, പാസ്റ്റിലെ കാര്യങ്ങളെ ആലോചിച്ചുകൊണ്ട് പ്രസൻറ്റിലേക്ക് കൊണ്ടുവരുന്നു. അതായത് ഇനി അങ്ങോട്ട് അവരുടെ ലൈഫിൽ അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ആവാൻ പോകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യുക, അത് ലെസൺസ് മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുക. അടുത്തതായിട്ട് ഒരു യൂണിയൻ ഫേസിലേക്ക്, അതായത് ഒരു 3D യൂണിയനിലേക്കൊക്കെ അടുക്കുന്ന ഫെമിനൈൻ എനർജീസിന് അവരുടെ ലൈഫിലും ഫിനാൻഷ്യൽ ബ്ലിസ് വരാൻ പോകുന്ന ഒരു സമയമാണ്, സ്റ്റെബിലിറ്റി വരാൻ പോകുന്ന ഒരു സമയമാണ് മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളിൽ. അതായത് പുതിയതായിട്ട് പല കാര്യങ്ങളിലേക്കും ചുവട് വെക്കാം. അത് ഒരു പലർക്കും കാണുന്നതൊരു പ്രോപ്പർട്ടി ഓറിയൻറ്റഡ് ആയിട്ട് ഒരു വീട് വെക്കുന്ന കാര്യം, അല്ലെങ്കിൽ വീട് വാങ്ങിക്കുന്ന കാര്യം, ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് ഈ ഒരു ഫെമിനൈൻ എനർജീസ് അടുത്തതായിട്ട് അവരുടെ ഒരു എനർജീനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫെമിനൈൻ എനർജീസിന് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. ചെറുതായിട്ട് ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, സോളാർ പ്ലെക്സസ് ചക്രയിൽ നല്ല പെയിന്, ജോയിൻറ്റ് പെയിൻസ് ഉണ്ടായിരിക്കാം, ത്രോട്ട് ചക്ര റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഈ ഒരു ഫെമിനൈൻ എനർജീസിന് ഉണ്ടായിരിക്കാം. ഇതൊരു ഫൈനൽ ക്ലെൻസിങ് നടക്കുന്നതുകൊണ്ടാണ്. സോളാർ പ്ലെക്സസ് എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് എർത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ക്ലെൻസ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു ഫെമിനൈൻ എനർജീൻ്റെ മസ്കുലൈൻ എനർജീസിൻ്റെ ത്രോട്ട് ചക്ര ബാലൻസ് ആവുന്ന സമയം ആയതുകൊണ്ട് അവർക്ക് ത്രോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരാവുന്നതാണ്. ഈ ഒരു ഫെമിനൈൻ എനർജി കൂടുതലായിട്ടും സോളിറ്റ്യൂഡ് എനർജീനെ ഈ ഒരു ഫേസിൽ പ്രിഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് മസ്കുലൈൻ എനർജീൻ്റെ അവേക്കനിങ്ങിലുള്ള, അതായത് ട്വിൻ ഫ്ലെയിം ജേർണി ആയിരിക്കാം, അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ് ജേർണി എന്ന് പറയുമ്പോൾ അതിൽ സോൾ ജേർണീസും വരുന്നതാണ്. അതിലും മസ്കുലൈൻ എനർജീസ് വരുന്നുണ്ട്. എന്നാൽ ട്വിൻ ഫ്ലെയിം ജേർണിയെക്കുറിച്ച് കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് എടുത്ത് ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള മസ്കുലൈൻ എനർജീസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള മസ്കുലൈൻ എനർജീസിൻ്റെ പെർട്ടിക്കുലറായിട്ട് പറയുമ്പോൾ ഓവറോൾ എനർജി ഒരു കൺഫ്യൂഷൻ്റെ എനർജിയാണ്, ക്ലാരിറ്റി ഇല്ലായ്മയുടെ എനർജിയാണ് മസ്കുലൈൻ എനർജിക്ക്. കാർമിക് ട്രിഗേഴ്സ് പീക്കിൽ നടക്കുന്ന ഒരു സമയം. അപ്പോൾ ഇൻ പെർട്ടിക്കുലറായിട്ട് പുതിയതായിട്ട് അവേക്കനിങ്ങിൽ വന്ന് പോജിങ് നടക്കുന്ന ഡിവൈൻ ഫെമിനൈൻസ്, അതായത് ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് അവേക്കനിങ്ങിലുള്ളവരുടെ മസ്കുലൈൻ എനർജീസ് അവർ വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയമാണ്. അതേസമയം അവർക്ക് ഒരു ആങ്സൈറ്റി ഇഷ്യൂസ്, ഹാർട്ട് പൾപിറ്റേഷൻസ് ഒക്കെയും ഫീൽ ആവുന്നതുകൊണ്ട് അതും ഈ ഒരു ഫെമിനൈൻ എനർജിക്ക് അവരുടെ പേർജിങ്ങിൽ ഫീൽ ആവുന്നതാണ്. അടുത്തതായിട്ട് ഒരു ഇന്നർ ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ എനർജീനെ ബാലൻസ് ചെയ്യാൻ പോകുന്ന DFസിൻ്റെ DMs അവർക്ക് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസിലൂടെ കടന്നു പോകുന്ന ഒരു സമയം, ഫിനാൻഷ്യൽ ലോസസിലൂടെ കടന്നു പോകുന്ന ഒരു സമയം. അവരുടെ റൂട്ട് ചക്രയിൽ അവർക്ക് പെയിൻ ഉണ്ടായിരിക്കാം, ലോവർ ബാക്കിൽ പെയിൻ ഉണ്ടായിരിക്കാം. ഈ ഒരു കൺഫ്യൂഷൻ തീർക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു എനർജീനെ ബാലൻസ് ചെയ്യാനായിട്ട് അവരുടെ ഫെമിനൈൻ എനർജീസിനെ അതായത് ഈ മസ്കുലൈൻ എനർജീസ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു ഫുൾ മൂൺ കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വന്നാലും അവിടെ എനർജീനെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് ഒരു യൂണിയൻ ഫേസിലേക്ക് അടുക്കുന്ന ഫെമിനൈൻ എനർജീൻ്റെ കൗണ്ടർ പാർട്സ് വന്നിട്ട് അവർ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലൂടെ ശരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. സറണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല, ജേർണീനെ സറണ്ടർ ചെയ്യാൻ പറ്റാതെ മൈൻഡിനെ മാനിപ്പുലേറ്റ്, അത് ചുറ്റും ഒരു കാർമിക് ട്രിഗേഴ്സിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ആ ഒരു മൈൻഡ് മാനിപ്പുലേഷനിലൂടെ കടന്നു പോകുന്ന ഒരു സമയം. മേ ബി ഈ ഒരു ഫേസിൽ ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെയും അവരുടെ ലൈഫിലുള്ള ആ ഒരു തേർഡ് പാർട്ടീനെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയം. അതായത് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ജോലിയാവാം,
ഒരു പാർട്ട്ണറാവാം, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആവാം. എന്തായാലും അവരുടെ കൗണ്ടർ പാർട്ടിനേക്കാളും ഉപരിയായിട്ട് ആ ഒരു തേർഡ് പാർട്ടീനെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയം. എന്നാൽ ആ ഒരു ചോയ്സ് എടുക്കുമ്പോഴൊക്കെയും ഡിവൈൻ ഇൻ്റർവെൻഷൻ അവരുടെ ലൈഫിൽ നടക്കുകയും അത്രയും റിജിഡായിട്ടുള്ള ഒരു എനർജിയാണ് മസ്കുലൈൻ എനർജിയുടെ പിക്കാവുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും പെയിൻഫുള്ളായിട്ടുള്ള ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള ഇഷ്യൂസ്, ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവാനായിട്ട് നോക്കുമ്പോഴും പലപ്പോഴും അതിൽ പലതരത്തിലുള്ള ലോസസിലാണ് അവർക്ക് അത് കൊണ്ടെത്തിക്കുന്നത്. അതേപോലെ തന്നെ ഈ മസ്കുലൈൻ എനർജീസിന് ഹെൽത്ത് ഇഷ്യൂസ്, പ്രത്യേകിച്ചും കാൽമുട്ടിൻ്റെ വേദന, ഹെഡേക്ക്, ഹാർട്ട് പൾപ്പിറ്റേഷൻ വരുമ്പോൾ ഹാർട്ട് ചക്രയിലുള്ള പെയിൻ അവരത് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള മെഡിക്കേഷനൊക്കെയും എടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നു. ആൻഡ് ആങ്സൈറ്റി ഇഷ്യൂസ്, സ്ലീപ്ലെസ് നൈറ്റ്സൊക്കെയുമാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അവരുടെ ഫെമിനൈൻ എനർജിയുടെ എനർജി ഫീൽഡിങ്, കാരണം രണ്ട് ബോഡിയിലുള്ള സോളിൻ്റെ എനർജറ്റിക് ഫീൽഡ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ അവിടെ റിഫ്ലക്റ്റ് ആവും. അതുകൊണ്ടാണ് അവിടെയുള്ള ഫെമിനൈൻ എനർജീസ് ഒരു സോളിറ്റ്യൂഡ് എനർജിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞത്. ഇവർക്ക് അടുത്ത ഫേസ് വരുമ്പോഴത്തേക്ക് ഒന്ന് സറണ്ടർ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ലൈഫിൽ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാനുള്ള പലതരത്തിലുള്ള മൂമെൻറ്റ്സ് വരും. അപ്പോൾ ഇവിടെ ഈ ജേർണീനെ സറണ്ടർ ചെയ്യാനായിട്ടുള്ള ഒരു ഫേസിലേക്കാണ് ഈ ഒരു മസ്കുലൈൻ എനർജി ഇതിനെ യൂണിവേഴ്സായിട്ട് കൊണ്ടെത്തിക്കുന്നത്. കളക്റ്റീവിൽ പറഞ്ഞാൽ ഈ ഒരു ഫേസ്, ഈ ഒരു പോർട്ടൽ കഴിയുമ്പോൾ, ഈ ഒരു ഫുൾ മൂൺ കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ 3Dയിൽ ഗ്രൗണ്ട് ചെയ്യുന്ന ഒരു സമയമാണ്. അതായത് ഇത്ര നാളും ഫെമിനൈൻ എനർജി നന്നായിട്ട് വർക്ക് ചെയ്ത ഫെമിനൈൻ എനർജറ്റിക്കലി 5Dയിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത പല കാര്യങ്ങളും ഗ്രൗണ്ട് ചെയ്യുന്ന, അതായത് ആ കാര്യങ്ങളെയൊക്കെയും 3Dയിലേക്ക് യൂണിവേഴ്സായിട്ട് ഒരു ഗിഫ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു റിവാർഡായിട്ട് ഗ്രൗണ്ട് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫെമിനൈൻ എനർജി ഇൻ പെർട്ടിക്കുലറായിട്ട് പോസിറ്റീവായിട്ട് ആലോചിക്കാനായിട്ട് ശ്രമിക്കുക, കൂടുതൽ ഇന്നർ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ പലപ്പോഴും ഈ ഒരു ഫേസിൽ വരുന്ന ഫെമിനൈൻ എനർജീനെ പലപ്പോഴും ഇന്നർ വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നില്ലായിരിക്കാം. അത് കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട്, അതായത് ആ ന്യൂ മൂൺ കഴിഞ്ഞ സമയം തൊട്ട് ഇങ്ങോട്ട് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം. ഇന്നർ വർക്ക് ചെയ്യാതെ ഈ ഒരു ജേർണിയിൽ വിശ്വാസം പോവുക, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നടക്കേണ്ടത് നടക്കും, ഞാൻ എന്തിനാണ് ഇതിൻ്റെ പുറകെ, അതായത് ഇന്നർ വർക്കൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ വിചാരിച്ച് അതിനെ ഡിലേ ആക്കുകയോ അല്ലെങ്കിൽ ലേസിനെസ് വന്നിട്ടുണ്ട് വരികയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കുക, അത് നമ്മളുടെ മൈൻഡ് പിന്നെയും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. കാരണം നമ്മുടെ മസ്കുലൈൻ എനർജി ആ ഒരു മൈൻഡ് മാനിപ്പുലേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതേ എനർജി നമ്മൾ മിറർ ചെയ്യുകയാണ്. സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെ വരികയാണെങ്കിൽ പോലും ആ ഒരു എനർജീനെ റിലീസ് ചെയ്തിട്ട് ഇന്നർ വർക്കിൽ മാത്രം ശ്രദ്ധിക്കുക, ഡിവൈനിൽ സറണ്ടർ ചെയ്യുക കാര്യങ്ങളെ. അപ്പോൾ ഇത്രയുമാണ് എനർജി അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത്. റെസൊനേറ്റ് ആവുകയാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റെക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്ങിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.